ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ നിന്ന് ലഭിച്ച അസ്ഥിയുടെ ഭാഗം ഇന്ന് വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കും. മനുഷ്യന്റെ അസ്ഥികളാണോ എന്ന സംശയത്തെ തുടർന്നാണ് ഇത് ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് ഈ അസ്ഥി അയക്കുന്നത്. മണ്ണിടിച്ചിലിനിടെ കാണാതായവർക്ക് വേണ്ടി നടത്തുന്ന ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്നും തുടരും. ഈശ്വർ മാൽപെ മടങ്ങിയതിനു പിന്നാലെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ഇന്ന് ദൗത്യമേഖലയിൽ എത്തും. ബിജു പങ്കജും സാരംഗ് സുരേഷും ഷിരൂരിലുണ്ട്. ആദ്യം ബിജു പങ്കജിലേക്ക്. ബിജുവേട്ട, ഇന്ന് ദൗത്യം ആരംഭിച്ചോ? ഏത് തരത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ തുടരുന്നത്? ഇന്നത്തെ ദൗത്യം അല്പസമയത്തിനുള്ളിൽ തുടങ്ങും. ഇവിടെ മുങ്ങൽ വിദഗ്ധരടക്കം എത്തിയിട്ടുണ്ട്. സാറിന് ഒരു 8 മണി 8:30 കൂടിയാണ് അവർ തുടങ്ങുന്നത്. 8:30 കൂടി ഇന്നത്തെ തെരച്ചിൽ തുടങ്ങും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, നേരത്തെ ഇവിടെ ലോറിയുടെ ലോഹാംശം കണ്ടെത്തിയ റിട്ടയർഡ് ജനറൽ മേജർ ഇന്ദ്രബാലൻ 11:30 ഗോവയിലെത്തും. അതിനുശേഷം അദ്ദേഹം ഇങ്ങോട്ട് വരും. അദ്ദേഹത്തിൻ്റെ സംഘങ്ങളുമായിട്ടാണ് എത്തുന്നത്. പ്രധാനമായും ഈ ലോറി കണ്ടെടുക്കുക. കാരണം ഇന്നലെ ടാങ്കർ ലോറിയുടെ എഞ്ചിൻ കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഇനി കണ്ടെത്താനുള്ള അർജുൻ്റെ ലോറിയാണ്. അത് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തിലാണ് പരമാവധി ശ്രമങ്ങൾ നടത്തുകയാണ് ഇവിടുത്തെ ഭരണകൂടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്നലെ ഏതാണ്ട് 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ വിവിധ തരത്തിലുള്ള തെരച്ചിൽ, ഡ്രഡ്ജർ ഉപയോഗിച്ചു, അതുപോലെ തന്നെ മുങ്ങൽ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിൽ നടത്തി. അതിനിടയിലാണ് മറ്റൊരു ലോറിയുടെ എഞ്ചിൻ ഭാഗം കിട്ടിയത്. അതിനുശേഷവും പിന്നീട് ഡ്രഡ്ജർ നടത്തി. ഇവിടെ ഈ പ്രദേശത്ത് മുങ്ങൽ വിദഗ്ധരെ കൊണ്ട് നടത്തുന്ന തെരച്ചിലിനാണ് ഫലപ്രാപ്തി കാണുന്നത്. കഴിഞ്ഞ ദിവസം ഈശ്വർ മാൽപയും അതുപോലെ ഇന്നലെ ഗോവയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധർ നടത്തിയ തിരച്ചിലാണ് ഈ യന്ത്രഭാഗങ്ങൾ കണ്ടെത്തുന്നത്. അത് ഫലപ്രദമായതുകൊണ്ടാണ് ആ മുങ്ങൽ വിദഗ്ധരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ രീതി തുടരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നീട് ഉച്ചതിരിഞ്ഞ് ഇന്ദ്രപാലൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കൂടെ വരുന്നതോടുകൂടി ഈ പരിശോധന കൂടുതൽ കർശനമാക്കിയ പരിശോധന നടത്താനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും 10 ദിവസമാണ് ഈ പരിശോധന വേണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും 10 ദിവസത്തെ പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഈ പ്രദേശത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി കൂടി ഇവിടെ സന്ദർശനം നടത്തി ഇതിൻ്റെ മേൽനോട്ടം വഹിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി ഒരു അവസാനഘട്ട പരിശോധനയായതുകൊണ്ട് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്ന തരത്തിൽ ആ രീതിയിലുള്ള ഒരു സമീപനമാണ് ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഉച്ചതിരിഞ്ഞ് ഒരു 1 മണിയോട് കൂടി റിട്ടയർഡ് ജനറൽ മേജർ ഇന്ദ്രബാലൻ കൂടി അദ്ദേഹമാണ് ഇവിടെ ലോറിയുടെ ലോഹാംശമുണ്ട് എന്നത് കണ്ടെത്തിയത്. ആ പ്രദേശത്ത് അദ്ദേഹം കൂടി വന്ന ശേഷം വീണ്ടും ഒരു പരിശോധന നടത്തി ലോറി കണ്ടെടുക്കാൻ പറ്റുമോ എന്ന ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇപ്പോൾ ഡ്രഡ്ജറൊക്കെ റെഡിയായി കിടക്കുകയാണ്. ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചായിരുന്നു ഇത് എവിടെയാണെന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ മേജർ ജനറൽ ഇന്ദ്രബാലൻ ശ്രമിച്ചിരുന്നതും അതങ്ങനെ കണ്ടെത്തിയതും. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണം ഒരുപാട് ദിവസം നീണ്ടുപോയെങ്കിലും പലതും ലഭിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഈശ്വർ മാൽപയും സംഘവും വന്നതിൽ പിന്നെയാണ് ചിലതൊക്കെ കണ്ടെത്തിയത്. വാഹനത്തിൻ്റെ ഭാഗങ്ങൾ, തടിക്കഷ്ണങ്ങൾ, അതിലുണ്ടായിരുന്ന കയറ്, അങ്ങനെ തുടങ്ങി പലതും കണ്ടെത്തിയത്. പക്ഷേ ആ ഘട്ടത്തിൽ ഈശ്വർ മാൽപയെ അതൊരു ഹീറോയിസം കാണിക്കാനുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കിയതിൽ ദുരൂഹതയുണ്ട് എന്ന തരത്തിലൊക്കെ പലരും ചർച്ച ചെയ്യുന്ന ഒരു സമയം കൂടിയാണിത്. പക്ഷെ വിവാദങ്ങളുടെ അവസരമല്ല ഇതെന്ന് നമുക്കറിയാം. എങ്കിൽ കൂടിയും അത് വേണമായിരുന്ന ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ബിജു പങ്കജും സാരംഗ് സുരേഷുമാണ് നമുക്കിപ്പം ഷിരൂരിൽ നിന്നും വാർത്തകൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. സാരംഗ് ഇപ്പോൾ ഒപ്പം ചേരുന്നുണ്ട്. സാരംഗ്, ഈശ്വർ മാൽപെ എത്തിയതിനു ശേഷമാണ് എന്തെങ്കിലും ഒരു ഭാഗം ലോറിയുടേതായി കണ്ടെത്താൻ കഴിഞ്ഞത്. പക്ഷേ ആ ഘട്ടത്തിൽ ഈശ്വർ മാൽപയെ അത്തരത്തിൽ പറഞ്ഞയക്കുക എന്ന് പറയുന്നതിനോട് പലർക്കും യോജിക്കാനും കഴിയുന്നില്ല. മേജർ ജനറൽ ഇന്ദ്രബാലൻ വന്ന സമയത്ത് റഡാർ സംവിധാനമുള്ള ഡ്രോൺ ഉപയോഗിച്ച് ആ സ്ഥലം ലൊക്കേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. പക്ഷേ മുങ്ങൽ വിദഗ്ധരാണ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതും മുങ്ങി അതുമായി ബന്ധപ്പെട്ട പലതും ശേഖരിക്കുകയൊക്കെ ചെയ്തത്. മുങ്ങൽ വിദഗ്ധർ ഒരു കമ്പനിയുടെ ഭാഗമായി അവിടെ ഉണ്ട് എന്ന് പറയുമ്പോഴും സന്നദ്ധ സേവകനായി നമ്മളൊക്കെ കണ്ട ഈശ്വർ മാൽപെ സ്ഥലത്തില്ലാത്തത് വലിയ ചർച്ചകൾക്കും വഴിവെക്കുന്നുണ്ട്. സാരംഗ്, മോത്തി, ഒരു പക്ഷേ ഇന്നലെ വലിയ ആശയക്കുഴപ്പങ്ങളുണ്ടായത് ഇവിടെ നിന്ന് ഈശ്വർ മാൽപെ മടങ്ങുന്ന സമയത്തായിരുന്നു. കാരണം ഡ്രഡ്ജർ കമ്പനിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഇത്തരത്തിൽ കൃത്യമായ പരിശീലനം നേടിയ ഇൻഷൂർ ചെയ്യപ്പെട്ടിട്ടുള്ള
മുങ്ങൽ വിദഗ്ധരുടെ ഒരു സംഘം ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ അവർക്ക് കൃത്യമായി ഈ ഡ്രഡ്ജിങ്ങിനോടൊപ്പം തന്നെ തിരച്ചിലിനിറങ്ങാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു ആവശ്യമുയർന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് ഈശ്വർ മാൽപ്പയോട് ഡ്രഡ്ജിങ് നടത്തുന്ന പ്രദേശത്തേക്ക് തിരച്ചിലിനായി ഇറങ്ങേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നത്. ഇപ്പോൾ നിലവിൽ അവർ തമ്മിലുള്ള ഒരു ഭിന്നത പ്രത്യക്ഷത്തിൽ പുറത്തു വരുന്നതിൻ്റെ നമ്മൾ ഇന്നലെ തന്നെ കണ്ടു. ഇനി എന്തായാലും ഇവിടെ സ്വതന്ത്രമായി തിരച്ചിലിനിറങ്ങാനുള്ള ഒരു അനുമതി കിട്ടിയാൽ മാത്രമേ ഈശ്വർ മാൽപ്പയെ ഉടുപ്പിയിൽ നിന്നും ഷിരൂരിലേക്ക് മടങ്ങി വന്ന് തിരച്ചിലിൽ ഏർപ്പെടുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കൃത്യമായ വ്യക്തത വരുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ എത്തുന്ന സമയത്ത് ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള പരിശോധനകൾക്കുള്ള സാധ്യത കൂടി ചിലപ്പോൾ പരിഗണിക്കപ്പെട്ടേക്കും. എന്തായാലും ഇന്ന് മുൻ ദിവസങ്ങളിൽ നടന്നതിന് വ്യത്യസ്തമായി ഇന്ന് ഓക്സിജൻ പമ്പ് ചെയ്തുകൊണ്ട് നമ്മൾ കാണുന്നതാണ് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ ഓക്സിജൻ സിലിണ്ടറുമൊക്കെ ആയിട്ടാണ് നദിയുടെ ആഴത്തിലേക്ക് ഈശ്വർ മാൽപ്പയെ ഡൈവ് ചെയ്യാറുള്ളത്. പക്ഷേ ഓക്സിജൻ പമ്പ് ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങളുമൊക്കെ കൊണ്ടാണ് ഡൈവിംഗ് വിദഗ്ധർ ഡ്രഡ്ജിങ് കമ്പനിയുമായി ബന്ധപ്പെട്ട ഗുജറാത്തിൽ നിന്നുള്ള ഡൈവിംഗ് വിദഗ്ധർ എത്താറുള്ളത്. അവർ ഇപ്പോൾ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് CP4 മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇന്ന് ഏർപ്പെടാൻ ഏറെ സാധ്യതയുള്ളത്. കാരണം ഇന്ന് ഒരു അസ്ഥിയുടെ ഭാഗം അവിടെ നിന്ന് കിട്ടിയത് ഈ CP4 എന്ന മേഖലയിൽ നിന്നാണ്. അത് മാർക്ക് ചെയ്തത് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ കൊണ്ടുവന്ന റഡാറിൽ നിന്നും കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്നായിരുന്നു അത്. ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അവസാനത്തെ മണൽക്കൂനയ്ക്ക് തൊട്ടരികിലുള്ള പ്രദേശമാണ് CP4 എന്ന് പറയുന്ന ആ ഒരു പ്രദേശം, ആ ഒരു മേഖല. അപ്പോൾ ആ മേഖലയിലേക്ക് ഒരു പക്ഷേ തിരച്ചിൽ വ്യാപിപ്പിക്കാനൊരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസം വരാനിരിക്കുന്ന ആ DNA ടെസ്റ്റ് റിസൾട്ട് ഏറെ നിർണായകമാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ ആ ടെസ്റ്റ് റിസൾട്ടിനെ ആശ്രയിച്ചായിരിക്കും മിഷന്റെ മുന്നോട്ടേക്കുള്ള പോക്കിന്റെ ഗതി വരെ നിർണ്ണയിക്കപ്പെടുന്നത്. മോത്തി. ശരി സാരംഗ്, ബിജു പങ്കജ് തുടരുന്നുണ്ട്. അവിടെ നിന്നും ബിജു ഏട്ടാ, പല ദിവസങ്ങളിലായി ഈ തെരച്ചിൽ നടത്തി പല ഭാഗങ്ങളായി ലഭിച്ചു. ഇനിയിപ്പോൾ ഒരു അസ്ഥി അത് ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമേ നമുക്ക് അത് ആരുടേതാണോ മനുഷ്യൻ്റേതാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയൂ തുടങ്ങിയ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഈ അസ്ഥി കിട്ടിയതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിസരത്ത് നിന്ന് തന്നെ കൂടുതൽ എന്തെങ്കിലും ശേഷിപ്പുകൾ കിട്ടാനുള്ള സാധ്യതയെപ്പറ്റി അവിടെ ആരെങ്കിലും പറയുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? മോത്തി, അത് നമുക്ക് കണക്കൂട്ടാൻ കഴിയില്ല. കാരണം ഇന്നലെ നമ്മൾ ആ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നല്ലോ. ഒരു വലിയ ടാങ്കർ ലോറിയുടെ ഏത് രൂപത്തിലാണ് ആ ടാങ്കർ ലോറി കിട്ടിയെന്ന് അറിയാവില്ല. അത്രയധികം തീവ്രമായ ഒരു മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമാണ് ഈ പ്രദേശം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ നേവി നിർദ്ദേശിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അതിൻ്റെ ചെറിയ റിസൾട്ടുകൾ കിട്ടുന്നതും. എന്തായാലും ഇന്ന് മേജർ ഇന്ദ്രബാലൻ കൂടി അദ്ദേഹത്തിൻ്റെ സംഘവുമായി വരുന്നതോടെ എന്തെങ്കിലുമൊക്കെ പുരോഗതി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ മിഷൻ അത് വളരെ ഫലപ്രദമായൊരു പഴുതില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കാരണം 3 പേർക്ക് വേണ്ടി, അതും വേറൊരു സ്റ്റേറ്റിലെ ഒരാൾക്ക് വേണ്ടിയും ഇവിടുത്തെ തദ്ദേശീയർക്ക് വേണ്ടി ഇത്രയധികം പരിശോധന നടക്കുന്ന ഒരു പക്ഷേ ഇതാദ്യമായിട്ടായിരിക്കും. അതുകൊണ്ട് അവരുടെ ആ പരിശോധനയുടെ ഈ മിഷൻ്റെയോ സതുദ്ദേശത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. എന്തായാലും ഇതിന് ഫലപ്രാപ്തി ഉണ്ടാകും. കാരണം ഇന്നലെ MLA നേരിട്ട് വിളിച്ചിട്ടാണ്, ഇവിടുത്തെ കാർവാർ MLA സതീഷ് സൈൽ നേരിട്ട് വിളിച്ച് അഭ്യർത്ഥിച്ചിട്ടാണ് മേജർ ജനറൽ ഇന്ദ്രബാലൻ കൂടി വരുന്നത്. കാരണം ഒരു പോരായ്മകൾ ഇതിനകത്ത് ഉണ്ടാകരുത്. കാരണം ഈ മിഷൻ നിർത്തുമ്പോൾ ലോറി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അതിൻ്റെ എല്ലാ രീതിയിലും അത് ഫൈനലൈസ് ചെയ്തിട്ടാണ്, ഇനിയൊരു പോരായ്മ ഉണ്ടാകാത്ത രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ ജനപ്രതിനിധികളും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. എന്തായാലും ഇന്ന് ഇപ്പോൾ ആ ഭാഗത്ത്, അതായത് നാവികസേന നിർദ്ദേശ സ്ഥലത്ത് തന്നെ മുങ്ങൽ വിദഗ്ധൻ തയ്യാറായി കഴിഞ്ഞു. അദ്ദേഹം ആ വള്ളത്തിൽ കയറിയിട്ട് ഇന്നലെ കവർ ചെയ്യാത്ത പ്രദേശങ്ങളിലൂടെ മുങ്ങി പരിശോധന നടത്താനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. ഇപ്പോൾ വേലി ഏറ്റ സമയമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളമുണ്ട്, നല്ല വിസിബിലിറ്റി ഉള്ള സമയമായതുകൊണ്ട് തന്നെ ഇത്രയധികം രാവിലെ തന്നെ അവർ വന്ന് മുങ്ങാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഇന്ന് നാവികസേനാ വിദഗ്ധൻ കൂടി വരുന്നതോടെ എന്തെങ്കിലും കൂടുതൽ പുരോഗതി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ശ്രമത്തിലാണ് ജില്ലാ ഭരണകൂടവും ഇവിടുത്തെ ജനപ്രതിനിധികളും അതുപോലെ കർണാടക സർക്കാരും. ശരി ബിജു പങ്കജും സാരംഗ് സുരേഷുമാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.